സുനിത വില്യംസിന്റെ ഈ മടങ്ങിവരവ്, ഇപ്പോൾ ആ കപ്പലിൽ ഒരാൾ കയറി 25 മിനിറ്റിനകം ഈ പേടകം കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. നാസയുടെ തന്നെ ആശുപത്രിയിലേക്കായിരിക്കും ഈ സഞ്ചാരികളെ മാറ്റുക, സുനിത വില്യംസ് അടക്കമുള്ള ആളുകളെ മാറ്റുക. എങ്ങനെയാണോ നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ്, അണുകിട വ്യത്യാസമില്ലാതെ എങ്ങനെയാണോ നാസ പ്ലാൻ ചെയ്തത് ആ രീതിയിൽ തന്നെ വളരെ കൃത്യമായി അത് പൂർത്തീകരിക്കാൻ നാസയ്ക്ക് കഴിഞ്ഞു. ഇപ്പോൾ കപ്പലിലെത്തിയിട്ടുള്ള സൈനികർ ആ പേടകത്തിനകത്തേക്ക് കയറി അവിടെയുള്ള ആളുകളെ, സുനിത വില്യംസ് അടക്കമുള്ള ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റിക്കാൻ എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഫ്ലോറിഡയിലെ തലഹാസ് കടലിടുക്കിലാണ് ഈ പേടകം വന്ന് പതിച്ചത്. കൃത്യമായി എവിടെയാണോ അത് ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ തന്നെ അത് വരുന്നു. അവിടെ നിന്ന് ഈ സുനിത വില്യംസ് അടക്കമുള്ള ആളുകളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക്, നാസയുടെ തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സൈനിക ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികളാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. എന്തിനാണോ ലോകം ഉറക്കമൊഴിഞ്ഞ് ഇന്ത്യയിൽ മലയാളികൾ, ലോകമെങ്ങാനുള്ള മലയാളികൾ, ഇന്ത്യക്കാർ സുനിത വില്യംസിന്റെ മടങ്ങി വരവിനായി നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. ആ സന്തോഷ പുലരിയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനീത, എല്ലാം വിജയകരമായി പൂർത്തീകരിക്കും. വളരെ വേഗത്തിൽ തന്നെ ഈ കപ്പലിൽ ഈ യാത്രികരെ, ബഹിരാകാശ യാത്രികരെ ഇവിടെ നിന്ന് കൊണ്ടുപോകും.